തല്ലുന്നവനാ നിന്റെ ചെറുക്കൻ. ആ ക്രിമിനലോ? അയാളുടെ ശല്യം സഹിക്കാതെയാ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോയത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഞാൻ കെട്ടാൻ പോള പെണ്ണ ഇവള്. ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും വന്ന ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും. പറഞ്ഞേക്കാം. ഒന്നുകൂടെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടി. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറ. എല്ലാവർക്കും വിഷമമുള്ള കാര്യ. പക്ഷേ നാഗേന്ദ്രനെ ധിക്കരിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. ഈ വീടിന്റെ ആധാരം വരെ അയാളുടെ കയ്യിലാണ്. നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങേണ്ട അവസ്ഥയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കവല ചട്ടമ്പിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടും. അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. എന്റെ മേൽനോട്ടത്തിൽ ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്ക് 2 ഇഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചതന്നല്ലേ. ഈ സിമെന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ച് തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം എന്ന് പറയുന്നത് ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാൻ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിൽക്കാതെ വാ മുരുക, ഒരു കൈ നോക്ക. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനം ഒന്നും ഒരു ശീലമില്ല. ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിൽ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്നിനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവർ വിളിച്ചോളും. ആശാൻ ചീട്ടർക്ക് അതെ, കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം. ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇത് എന്ത് ജംബോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കിയേ, എനിക്ക് വണ്ടി വർഷം കൊണ്ടോളാം. ആഹാ, അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ, തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ. അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താടാ? അല്ല ബോണറ്റ് കക്കൂസാക്കിയോ നോക്കിയതാ. ചേച്ചി, മഴ വരാൻ പോണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. സലാമുണ്ട്. മഴ വന്നപ്പം മുരുക സാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ, എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിലും മെഴുതിലുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല. ചിരട്ട ഉണ്ടാവോ? അതിന് കത്തിച്ച് ആളിച്ചിട്ട്. എല്ലിയ കള്ളൻ മകൻ മുരുക, ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം. എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. ഇവിടെ നിൽക്കണ്ട. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ പറഞ്ഞു, മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല. വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മല്ലയ്യക്ക് സന്തോഷമാവുള്ളൂ. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ? നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു, ആന്തി മകനെ, നന്നെ ഞാൻ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് ക്രിമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റും. ശരി. അതെ, ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്ന തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാര കട്ടാത്തൊന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പൂനോടും വെള്ളം. നിനക്ക് ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ, അതെ, നല്ല എള്ള ഭയങ്കര ഉപ്പ്. ഏയ്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകൻ. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം. അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുഴിക്കുക, കാണാനും മുടിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കുട്ടി കൊബ്ബയില്ല അഹങ്കാരം. കുട്ടി കൂടെ ഇറുക്കി ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കൂത്തൊള്ളി. വേണ്ട മല്ലയ്യ. നീ എന്താ ഡയറ്റ് വിട്ടെ? വയറ് നിറഞ്ഞു. നിറഞ്ചാ
മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാൽ മതി കേട്ടോ. എന്തേ? അല്ല, ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ. മീനാക്ഷി, മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ പെൺകുട്ടികളുള്ള വീടാ. ഇങ്ങനെ റോന്ത് വിറ്റി കിടന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്ക് നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകന്മാരാ? എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്ത് കാണിക്കുന്നേ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിനോട് കൂട്ടാൻ പറ്റില്ല. നീ എളിന്തേരി നടന്നാൽ എനിക്കറിയൂ. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു? കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എളിന്തേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറ താഴും താക്കോലിട്ട് ഇറങ്ങിക്കോ. എന്ത് കണ്ടാലും പൂട്ടാൻ. ശവം. നിൻകൊള്ളോ മല്ലയ്യ, എവിടെ ഒന്ന് വിളിക്കുന്നു? കള്ള കുടുക. എന്താ ഇത്? മുരുകൻ, മുരുകൻ. മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ? സോറി.